വെള്ളത്തുള്ളികൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തെറിപ്പിക്കുന്ന പോലെ വെള്ളത്തിന്റെ ഒരു കിലുക്കം എനിക്ക് ആ പാട്ടിൽ ആ ട്യൂണിൽ മുഴുവൻ മാത്രമല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും മരുഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ മനസ്സിൽ വെള്ളം തന്നെയാണ്. ഏറ്റവും ആദ്യമൊക്കെ ആയിരിക്കും ഈ പാട്ടെഴുത്തിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഇവർ വരിക. ഇവരാദ്യം പറയുന്നത് ദാരിദ്ര്യമായിരിക്കും. അപ്പോൾ പക്ഷേ സാറിൻ്റെ പാട്ട് തന്നെ വേണം, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ ബുദ്ധിമുട്ട് ചെറിയ രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം അത്ര വലിയ സംഭവം നല്ലടാ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അതിലൊന്നും അങ്ങനെ വല്ലാണ്ട് ഭ്രമിക്കാറില്ല. എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വം, ഞാനീ മണ്ണിൻ്റെ പുത്രൻ, ദേശമെനിക്ക് മഹാലോകം. ദ ഫോർത്തിനൊപ്പം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദാണ്. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ആടുജീവിതമാണ്. ആടുജീവിതത്തിലെ പാട്ടുകളെല്ലാം ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വലിയ രീതിയിൽ ആളുകളത് കേട്ടുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് പെരിയോനെ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പം ആ പാട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അങ്ങകലെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നനവിനെ കുറിച്ചും അകലത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ മിണ്ടാമണ്ടരി വാരിയെടുത്തപ്പോൾ കണ്ടില്ല കണ്ടില്ല നിന്നനവ് എന്ന് പറയുമ്പോൾ അത്രയും വരണ്ടുപോയൊരു മനുഷ്യൻ, അകലങ്ങളിലായി പോയൊരു മനുഷ്യൻ. ഈ അകലവും നനവുമാണോ ഈ പാട്ട് എഴുതുമ്പോൾ മുഴുവൻ മനസ്സിലുണ്ടായിരുന്നു? ഈ പിന്നെ നോവല് നന്നായി വായിച്ചിട്ടുള്ളതാണ് ഞാനത്. മാത്രമല്ല അതിൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരു അയാൾ അനുഭവിക്കുന്ന ദുരന്തം ശരിക്കും വല്ലാതെ അതിന് മനസ്സിൽ തറച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൽ ഇയാളുടെ ഒരു ഏകാന്തതയിൽ അയാളെ ഭാര്യയെ ഓർമ്മിക്കുന്നു, നാടിനെ ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ളൊരു പാട്ടാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ തന്നെയാണുള്ളത്. ഒന്ന് വരൾച്ച, മരണം, മറവി, ഇതൊക്കെ കൂടിയിട്ടുള്ള മണൽ. മറ്റൊന്ന് ഭാഗത്ത് ജീവനും സ്വപ്നവും ജലവും ഒക്കെയാണ്. ഈ രണ്ട് കോൺട്രാസ്റ്റാണ് അതിനകത്തുള്ളത്. അത് പാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈ പെരിയോൻ എന്നുള്ള പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും, ഞാൻ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ തന്നെ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾ പോലും ചോദിച്ചില്ല പെരിയോനെ എന്നുള്ള വാക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ചോദിക്കണം എന്നുള്ളത്. കേട്ടൊരു കാര്യം എന്ന് വെച്ചാൽ അത് AR റഹ്മാൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. പുള്ളി എഴുതി ചേർത്തതാണ് ഈ പെരിയോനെ റഹ്മാനെ എന്ന വരി എന്ന് കേട്ടിട്ടുണ്ട്. ആ വരി എങ്ങനെയാണ് വരുന്നത്? അതായത് ഈ റഹ്മാൻ്റെ പാട്ടുകളൊക്കെ പൊതുവെ വളരെ കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത ശേഷം, ഈണമിട്ട ശേഷം എഴുതുന്ന പാട്ടുകൾ. പക്ഷെ ഈ പാട്ട് മാത്രം അങ്ങനെ അല്ല. ഈ പാട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി, ട്യൂൺ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങകലെ എന്നുള്ള തൊട്ടിട്ടാണ് എഴുതിയത്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടോ എന്നുകൊണ്ടാണ് എഴുതിയത്. പിന്നെ ഈ പെരിയോനെ റഹ്മാൻ എന്നുള്ളത് അദ്ദേഹം ചേർത്തിട്ടുള്ള സംഗതിയാണ്. അത് ആ കമ്പോസിങ്ങിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ആസ് എ മ്യൂസിക്കൽ പീസ് അതിനവിടെ അത് ഭംഗിയായിട്ട് നിൽക്കും. അതിനുവേണ്ടി ചെയ്താണ് ചോദിച്ചിരുന്നത്. അങ്ങനെ 2 വരി കൊടുക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി നന്നായി. കാരണം എന്താ വെച്ചാൽ ഒരു ഡിവോഷണൽ ഈ മനുഷ്യൻ്റെ അവിടുത്തെ ഏകാന്തതയിൽ അയാൾ ഭയങ്കര വിശ്വാസിയാണ്. അവിടെ അയാൾക്ക് ആകപ്പാടെ പിടിച്ചു നിൽക്കണ്ടായിരുന്നത് ഈ ദൈവത്തോടുള്ള പ്രാർത്ഥന മാത്രമാണ്. ആ നിലയ്ക്ക് അത് വളരെ നന്നായി എനിക്ക് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ ഈ പാട്ടിൽ മൊത്തത്തിൽ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ട്യൂൺ ചെയ്യുന്നതിന് മുമ്പേ എഴുതിയതാണ്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അതേ സമയത്ത് ഈ പാട്ടിൻ്റെ ഈണം എന്ന് പറയുന്നത് ഒരേ സമയത്ത് നമ്മളെ ഒരു മുറിവുണക്കുന്ന ഫീലും അതേ സമയത്ത് എവിടെയൊക്കെയോ ഒരു തരിമ്പ് പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നൊക്കെ തോന്നുന്നൊരു ഫീലാണല്ലോ. അപ്പോൾ ഈ ട്യൂൺ ചെയ്ത് കേട്ടപ്പോൾ തോന്നിയ ഫീൽ എന്താ? എഴുതുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യത്തിലാണല്ലോ എഴുതുന്നത്, പ്രത്യേകിച്ച് ട്യൂണൊന്നുമില്ല. അപ്പോൾ ട്യൂൺ ചെയ്ത് കേട്ടപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ഒരു ഇംപ്രഷൻ എന്താ? അത് പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ എഴുതുന്ന പാട്ടുകൾ മിക്കവാറും ഈ ട്യൂൺ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് പാട്ട് എങ്ങനെയായി തീരുന്നതിനെ പറ്റി നമുക്ക് എഴുതുമ്പോൾ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, അതിനെപ്പറ്റി ധാരണ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ ആയിരിക്കുന്നത്. പക്ഷേ എഴുതിയ വരികൾ പിന്നെ പാട്ടായിട്ട് മാറുമ്പോൾ വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളൊരിക്കലും ഞങ്ങളൊക്കെ എഴുതുമ്പോൾ, ഞാനും ഈ സംഗീതം അറിയുന്ന ഒരാളൊന്നല്ല, ഒരു കവിതയുടെ രീതിയിലാണ് എഴുതുന്നത്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ പെയ്യണുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ എഴുതി വരും. അപ്പോൾ അതിനെ നമുക്ക് കാണാത്ത തരത്തിലുള്ള അതിനൊരു ഡയമെൻഷൻ സംഗീതകാരൻ കൊടുക്കുമ്പോൾ അത് വളരെ വിസ്മയത്തോടു കൂടിയിട്ടാണ് നമ്മൾ നോക്കി കാണുന്നത്. മാത്രമല്ല ആ ഒരു കഥാപാത്രത്തിൻ്റെ ആത്മാവും അയാൾ നേരിടുന്ന പ്രശ്നങ്ങളും ഈ മരുഭൂമിയും ഒക്കെ ആ സംഗീതത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് പ്രതിഭ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ നജീബും സൈനു എന്ന് പറയുന്നത് എത്ര അകലങ്ങളിലാണെങ്കിലും ഇപ്പം ഇത് ആളുകൾക്ക് അറിയാത്തൊരു കഥയായിരുന്നെങ്കിൽ ഇവർ ഒരുമിക്കുമോ എന്നുള്ളൊരു സംശയമോ അല്ലെങ്കിൽ ഇയാൾ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമൊക്കെ ബാക്കി വെക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയായിരുന്നു. ഇവർ ഒരുമിക്കുമെന്ന് മനുഷ്യർക്ക് അറിയാം. അപ്പോൾ ഈ ഒരുമിക്കുമെന്ന തോന്നൽ ഇതിനകത്ത് വരണമല്ലോ.
അതുപോലെ ഇത് വിഷ്വലൈസ് ചെയ്ത് വരികയാണല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ കണ്ടിട്ടല്ലല്ലോ എഴുതുന്നത്. എഴുതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സിനിമ, ആ പാട്ട് വളരെ മനോഹരമായിട്ടാണ് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പൊതുവെ ഒരു പാട്ട് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ വിഷ്വൽ കാണുന്ന സമയത്ത് ചില സമയത്ത് തോന്നില്ല ഇപ്പോൾ എഴുതിയ പാട്ടിനേക്കാൾ ഒരു പടി മേലേക്ക് വിഷ്വൽ പോയി, അല്ലെങ്കിൽ ആ പാട്ടിനെ ഒരു സ്റ്റെപ്പ് കൂടി മേലേക്ക് കൊണ്ടുപോകാൻ വിഷ്വലിന് സാധിച്ചു എന്ന് പറയുന്നൊരു ആ ഒരു ഹൈ ഇല്ലേ? അങ്ങനെ തോന്നിയ സിനിമകൾ വേറെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിലെന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഇതങ്ങനെ തന്നെയാണ്. ഇപ്പം പലതും രണ്ട് തരത്തിൽ തോന്നാറുണ്ട്. നമ്മൾ ചിലപ്പം ഒന്നാമത് ഈ വരികളുടെ വിവർത്തനമൊന്നുമല്ല വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ, അത് വേറൊരു കാര്യമാണ്. എങ്കിൽ പോലും നമുക്ക് ഒരു പാട്ട് നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ ഒരു ഭംഗിയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവും. അത് പലപ്പോഴും രണ്ട് തരത്തിലുണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി മുകളിൽ പോയി എന്ന് തോന്നാറുണ്ട്, ചിലപ്പോൾ അത് പോരാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് തീർച്ചയായിട്ടും ഇത് മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു എനിക്ക്. അത് കണ്ടില്ലെങ്കിൽ പോലും ഇത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ചിത്രം ഉണ്ടായിരുന്നു. അതിനോട് പരിപൂർണമായിട്ടും ഇത് പിന്നെ ഒത്തുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതിലൊരു വരിയെ, അതായത് ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെൻ്റെ കൽബിൻ മരുപ്പറമ്പിൽ എന്നൊരു വരിയുണ്ട്. അപ്പോൾ അത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ ഈണത്തിൽ വരുന്നത്. മരുപ്പറമ്പിൽ എന്നുള്ള രീതിയിൽ വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ നമ്മൾ ഈ മരു വരെ എത്തുമ്പം എല്ലാവരും വിചാരിക്കുന്നത് മരുപ്പച്ച എന്നായിരിക്കും എഴുതാൻ പോകുന്നത്. പക്ഷെ മരുപ്പച്ച എന്ന് എഴുതിയില്ല, മരുപ്പറമ്പിൽ എന്ന് എഴുതി. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം ആളുകൾ പ്രതീക്ഷിക്കുന്ന വാക്കുകൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, ഇതിൽ ഈ അങ്ങനെ അല്ല, അതായത് ഇതിലങ്ങനെ പ്രതീക്ഷ ഒന്നും കാര്യമായിട്ടില്ല ഈ സമയത്ത്. അയാളെ എല്ലാ പ്രതീക്ഷകളും, എന്നാൽ പോയി ഒരു വിശ്വാസം മാത്രമേ അയാൾ ഉള്ളുള്ളൂ. അതുകൊണ്ട് മരുപ്പച്ചൊന്നും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മരുപ്പറമ്പിൽ തന്നെയാണ് അത്. മരുപ്പറമ്പ് മരുഭൂമി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിൻ്റെ ഒരു പിന്നെ ഒരു വാസ്റ്റ്നെസ്സും അതിൻ്റെ ഒരു ഏകാന്തതയും ആണ് അതിൽ വരുന്നത്. ഇപ്പോൾ ആടുജീവിതം എടുക്കുകയാണെങ്കിൽ, ആടുജീവിതം ഇപ്പോൾ ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ എന്ന് പറയുന്നത് റഫീഖ് അഹമ്മദിൻ്റെ ഏകദേശം സമകാലികനായ എഴുത്തുകാരനാണ്. അപ്പോൾ ഈ പുസ്തകം വരുന്നതും ഇത് വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കപ്പെടുന്നതും ഇതൊരു വലിയ എന്താ പറയുക, ഒരു മാസ്റ്റർ പീസായി, പ്രത്യേകിച്ച് ബെന്യാമിൻ്റെ ഒരു മാസ്റ്റർ പീസായി വളരുന്നതൊക്കെ നേരിട്ട് കണ്ടൊരു എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ സ്വന്തം കൂടെ എഴുതി പോയ ഒരു എഴുത്തുകാരൻ്റെ ഒരു വർക്കിൽ പാട്ടെഴുതുന്നു എന്ന് പറയുന്ന സമയത്ത് ഇത് വായിച്ചോർമ്മയും അല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ്റെ ഗ്രോത്തും ഇതൊക്കെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവില്ലേ? അത് ഓർമ്മിച്ചെടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും അതെ. ഞാനത് ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് ഏകദേശം ആ സമയത്ത് തന്നെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് തോന്നിയതൊരു, കാരണം അത് പിന്നെ ആ ഒരു സവിശേഷതയുള്ള ഒരു പുസ്തകം, വളരെയധികം റീഡബിൾ ആയിരുന്നു. അതോടുകൂടി തന്നെ അതിനൊരു ജീവിതത്തിൻ്റെ ഒരു പച്ചയായിട്ടുള്ള ജീവിതത്തിൻ്റെ സ്പർശം അതിനകത്തുണ്ട്, ഗന്ധമുണ്ട്. നമുക്കറിയാത്ത, നമ്മളിപ്പോൾ ഈ പ്രവാസ ജീവിതത്തെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കഥകൾ, പക്ഷേ ഈ തരത്തിലൊരു സാധനം വന്നിട്ടില്ല ശരിക്കും. ഇങ്ങനെയും ഇതിലൊരു മുഖമുണ്ടെന്നുള്ളതൊക്കെ ഞാനൊക്കെ അത് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നു. ഈ നജീബിൻ്റെ എന്തോ വന്നതെന്ന് പറയുന്നു, അതിനെ കണ്ടിട്ടില്ല. അതിന് മുമ്പ് അതുപോലെ തന്നെ വേറെ പുസ്തകം പിന്നീട് പറഞ്ഞു, ഈ തക്കാളി കൃഷിക്കാരൻ്റെ ജീവിതം കൊണ്ട് പുസ്തകം വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ സംഗതിയാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അതാണെന്ന് വായിച്ചത്. പിന്നീട് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് വളരെയധികം സ്വീകരിക്കപ്പെട്ടു, ഒരുപാട് ആളുകൾ വായിച്ചു. പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമ എടുക്കുന്നു എന്നുള്ള കാര്യം പ്ലസ് പറഞ്ഞപ്പോൾ ഞാൻ പുസ്തകം വീണ്ടും ഒന്നുകൂടി ഓടിച്ച് വായിച്ചു. അങ്ങനെ രണ്ടു തരത്തിന് ബെന്യാമിൻ്റെ മിക്കവാറും പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ജനറേഷന് ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. കാരണം വളരെ റീഡബിളാണത്. അതിനകത്ത് പിന്നെ ദുരൂഹതകളോ അല്ലെങ്കിൽ ഈ ദാർശനിക ഭാരങ്ങളൊന്നുമില്ല. വളരെ പ്ലെയിനായിട്ട് പറയുന്ന കഥകളും ഒക്കെയാണ്. അത്തരം ഒരു കഥകളാണ് അദ്ദേഹത്തിൻ്റെ. മറ്റൊരു പാട്ട് എഴുതിയിട്ടുള്ള ഓമനെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അത് ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പെരിയോൻ ആ പാട്ട് പോലെയല്ല, പെരിയോനെ എന്ന പാട്ട് പോലെയല്ല. ഇപ്പുറത്ത് പ്രതീക്ഷയുണ്ട്, പ്രണയമുണ്ട്, നനവുണ്ട്, ജലമാണ് മുഴുവൻ, ആ വിഷ്വലിൽ മുഴുവൻ ജലമാണ്. അപ്പം ആ രീതിയിൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാട്ടാണുള്ളത്. അപ്പം ഇതിൻ്റെ എഴുത്ത് എങ്ങനെയായിരുന്നു? ഏതാ ആദ്യം എഴുതിയത്? ഈ രണ്ട് മൂഡിലല്ലേ എഴുതുന്നത്? അതിൻ്റെ ഒരു ഈ പാട്ടാണ് ആദ്യം എഴുതിയത്. മറ്റു തരമേനെ വളരെ കഴിഞ്ഞിട്ടാണ് ഓമനയാണ് ആദ്യം അത് എഴുതിയത്. അപ്പോൾ ഓമന എന്നുള്ള പാട്ടിന് വേണ്ടിയിട്ടുള്ള ട്യൂൺ വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഒരു പാട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് അവർ ഇരുന്നത്. അത് ആദ്യം ട്യൂൺ ചെയ്തിട്ട് ആ ട്യൂൺ എനിക്ക് അയച്ചു കിട്ടി. ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ട്യൂൺ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താ, ശരിക്കും ഈ വെള്ളത്തുള്ളികൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തെറിപ്പിക്കുന്ന പോലെ വെള്ളത്തിൻ്റെ ഒരു കിലുക്കം എനിക്ക് ആ പാട്ടിൽ ആ ട്യൂണിൽ മുഴുവൻ അനുഭവപ്പെടും. മാത്രമല്ല, അപ്പോൾ അത് തീർച്ചയായിട്ടും മരുഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ മനസ്സിൽ വെള്ളം തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും. അപ്പോൾ അയാൾ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അയാൾ മണൽ വാരുന്ന ആളും കൂടിയായിരുന്നു, അങ്ങനെയാണ് ജീവിച്ചിരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും പുഴയും മണലും വെള്ളമൊക്കെ അയാളുടെ ജീവിതത്തിലൊരു ഘടകമാണ്. അപ്പോൾ അങ്ങനെയാണ് അത് വരികൾ വരുന്നത്. അപ്പോൾ ഈ ട്യൂണ് കേട്ടോടെ തന്നെ അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു. ഇത് സ്വിച്ച് ചെയ്യുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂഡിൽ ഇത് എഴുതി കഴിഞ്ഞ ശേഷമാണല്ലോ പെരിയോനായിരുന്നു, അപ്പം സ്വയം മറ്റൊരു അവസ്ഥയിലേക്ക് മാറണമല്ലോ, ഈ പറയുന്ന പരിസരം മുഴുവൻ മാറ്റണമല്ലോ, ആ എഴുത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഇതൊക്കെ എപ്പോഴും വേണ്ടി വരാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയുടെ പാട്ട് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടാവാറുണ്ട്. അത് സ്വിച്ച് ഓവറൊക്കെ അതൊക്കെ പറ്റും. പക്ഷെ ഇതിലങ്ങനെ വേണ്ടി വന്നിട്ടില്ല. അതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ പാട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാട്ട് എഴുതുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരു എഴുതി ഉടനെ തന്നെ പേന വെച്ച് വേറെ പേന എഴുതും അങ്ങനെയില്ല. കവിതയും പാട്ടും ഒരുപോലെ കൊണ്ടുപോകുന്നൊരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ വേർഡ്സ്, ചോയ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. വാക്കുകൾ തിരഞ്ഞെടുക്കുക, വാക്കുകൾ ചേർത്ത് വെക്കുക. ഇപ്പം നേരത്തെ നമ്മൾ മരുപ്പറമ്പ് എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ. അപ്പം ഇപ്പോൾ പുതിയൊരു കേൾവി സംസ്കാരവും ഒക്കെ രൂപപ്പെടുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഈ പറയുന്ന റാപ്പിൻ്റെയും പോപ്പിൻ്റെയും ഒക്കെ സ്വാധീനമുള്ള മലയാളം പാട്ടുകൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത്തരം പാട്ടുകൾ വളരെയധികം ജനകീയമാവുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അത്തരം ആ ഒരു കേൾവിയുടെ ആ ഒരു കൾച്ചറിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സംഗീതത്തിൻ്റെ പുതിയ ട്രെൻഡുകളെ നമ്മൾ സ്വീകരിക്കും. അങ്ങനെ ഒരേ ലെവലിലല്ലോ നിൽക്കുക, പഴയ കാലത്തെ പോലെയല്ല നിൽക്കുക, പുതിയ പുതിയ കാലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അതിലൊരു വിഷയം എനിക്ക് തോന്നിയിട്ടുള്ള, പലപ്പോഴും തോന്നാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള സാധനങ്ങളെ അതേപടി എടുക്കല്ല വേണ്ടത്, നമ്മുടേതായിട്ട് മാറ്റുക വേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ റാപ്പൊക്കെ കണ്ടാൽ തന്നെ എന്തൊരു അഭ്യാസം നമുക്ക് തോന്നും. നമ്മൾ വരുന്ന റാപ്പ് പലതും ഒരു കണക്കിന് ഇങ്ങനെ മോണോട്ടോണസ് ആവും. എല്ലാം ഒരേപോലെ ആയി കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യനും എടുക്കും. അത് ഈ വെസ്റ്റേൺ റാപ്പുകളെ പോലെ തന്നെ അവരുടെ രീതിയിൽ അതേ റെൻഡറിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ മലയാള വാക്കുകൾ വിളിച്ചുകൊണ്ട് ചെയ്യണം. അതിൽ വലിയൊരു മിടുക്കൊന്നുമില്ല. മിടുക്കം മാത്രമല്ല, അത് പിന്നെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള സാധനത്തിനെ എടുക്കുന്നതിൻ്റെ ഒരു കൗതുകം മാത്രമേ അതിനകത്തുള്ളൂ. ശരിക്കും വേണ്ടത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചരിത്രം, സംഗീത ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാള ചലച്ചിത്രങ്ങളുടെ എടുത്താൽ മതി. ഇപ്പോൾ ബാബുരാജിനെ പോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവഗാഹമുള്ള ആൾക്കാർ കുറയും. അദ്ദേഹമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഹിന്ദുസ്ഥാനി രാഗങ്ങളുടെ പ്രയോഗം വരുന്നത്. അത് അതേപടി അല്ല ചെയ്തത്. അത് മലയാളിത്തം ഉള്ള പിന്നെ ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അതേപടി അല്ല. അത് അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു മലയാളിയുടെ അതല്ല എന്ന് പറയില്ല. മലയാളിത്തം അതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജോൺസൺ മാഷെ പോലുള്ള ആളുകളൊക്കെ പിന്നെ ഈ വെസ്റ്റേൺ സംഗീതം, ഔസേപ്പച്ചനൊക്കെ വെസ്റ്റേൺ സംഗീതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ അവരതിനെ മലയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മലയാളപ്പെടുത്താൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടേതാക്കാൻ പറ്റണം. അല്ലാതെ അതേപടി സാധനങ്ങൾ ഈച്ചക്കോപ്പി എന്നൊക്കെ പറയുന്ന പോലെ ചെയ്തിട്ട് വലിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനോട് ചർച്ച ചോദിക്കാനുള്ളൊരു കാര്യം, അതായത് ഇപ്പോൾ റാപ്പൊക്കെ പോലുള്ളൊരു ഫോം എന്ന് പറയുന്നത്, മ്യൂസിക് ഫോം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കൂടി ഭാഗമാണ്. ഒരു പ്രതിഷേധം സൂചിപ്പിക്കുന്ന ഒരു ഫോമും കൂടിയാണ്. ഒരു മുദ്രാവാക്യ സ്വഭാവമുള്ള ഒരു ഫോമാണ്. അങ്ങനെ ഒരു തലമുണ്ട്. അതെ. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിലെ റാപ്പുകളിൽ പലപ്പോഴും ഐഡന്റിറ്റി പൊളിറ്റിക്സും ഒക്കെയാണ് കൂടുതലായിട്ട് വന്നത്. ഇപ്പോൾ ദളിത് രാഷ്ട്രീയം ഇതൊക്കെയാണ് കൂടുതലായി റെപ്രസെന്റ് ചെയ്യപ്പെട്ടുള്ള റാപ്പിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഒക്കെ ഒരു റെപ്രസെന്റേഷനായിട്ട് അതൊരു മികച്ച അടയാളപ്പെടുത്തലായിട്ട് കാണാൻ പറ്റില്ലേ? അതെ, അതിന് സാധ്യതകളുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല, സാധ്യതകളുണ്ട്. പക്ഷെ സിനിമയിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് കുറച്ചൊരു കോമിക് ടൈപ്പ്, ഒരു ഹ്യൂമർ ടൈപ്പ് സാധനങ്ങളായിട്ടാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരേപോലെ തന്നെ സാധനങ്ങൾ ആവർത്തനങ്ങൾ വരുമ്പോൾ അതിനൊരു വെറൈറ്റി ഇല്ലാതെ സംഭവിക്കുക. അതിൻ്റെ ഒരു മൊണോട്ടോണസ് ആയിട്ട് നമുക്ക് ചെടിച്ചു പോകും. അത്രേ ഉള്ളൂ. ഈ സാധനം ഒരു പ്രത്യേക കാറ്റഗറിയിൽ അങ്ങനെ നിൽക്കും. ഒരു പ്രത്യേക ജോണറാണത്, അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇന്നോവേറ്റീവായിട്ടുള്ള ചില എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ സംഗതികളും നടന്നിട്ടില്ലെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ പ്രതിഫലത്തിൻ്റെ ഒക്കെ കാര്യം. അപ്പോൾ അതും ഈ പറഞ്ഞ ഇത്തരം മ്യൂസിക് ഫോമുകളൊക്കെ കണക്ട് ചെയ്തിട്ട് മറ്റൊരു പോയിന്റിലേക്ക് എത്തുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ പാട്ടെഴുത്ത് അല്ലെങ്കിൽ പാട്ടുകൾ എന്ന് പറയുന്നത് സിനിമ പോലൊരു വലിയ ഇൻഡസ്ട്രിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു കാര്യമായി മാറുന്ന സമയത്താണല്ലോ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്താ പറയുക സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത്, മാറ്റി നിർത്തപ്പെടുന്നത്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയി ഇത് അടയാളപ്പെടുത്തുന്ന ഒരു കാലത്തിലേക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളരെ ശക്തമായിട്ട് മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് നിങ്ങളെപ്പോലുള്ള എഴുത്തുകാർ ഇറങ്ങുന്ന ഒരു പോയിന്റ് വലിയൊരു മാറ്റമായിരിക്കില്ലേ? അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ 4 വർഷം മുമ്പേ ആലോചിച്ചാണ്, 4-5 വർഷം മുമ്പ് ആലോചിക്കും, ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതാണ്. കാരണം എനിക്കിത് മനസ്സിലായി. കാരണം ഈ സിനിമാ ഗാനങ്ങളുടെ ഒരു കാലം അത് അത്ര അധികം ഈ രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് എനിക്ക് തോന്നുന്നു.
കാരണം ഒരു കാലഘട്ടത്തിൽ പാട്ടുകൾ മനുഷ്യന് വേണ്ടി കിട്ടുന്നത് നമുക്ക് ആസ്വാദകർക്ക് കിട്ടിയിരുന്നത് സിനിമകളിലൂടെ മാത്രമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഈ ഓൺലൈൻ ഈ മറ്റേ ഈ സൈബർ യുഗം വന്നതോടുകൂടിയിട്ട് സിനിമയെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരു കാലത്ത് അങ്ങനെ അത് മാത്രമല്ല, ആകാശവാണി മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന സമയത്ത് മാത്രം 8:30 6:30 ആ സമയത്ത് മാത്രമേ പാട്ടുള്ളൂ. അത് അവർ തരുന്ന പാട്ടേ ഉള്ളൂ. ഇപ്പം അതിനും ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സിനിമയിലൂടെയുള്ള സംഗീതത്തെ ആശ്രയിക്കുന്ന കാലം പോയി. സ്വതന്ത്ര സൃഷ്ടികളുടെ ഒരു കാലമാണ്. ഞാനിപ്പം ഒരു 4-5 കൊല്ലമായിട്ട് സെറ്റോരി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. കാരണം വിചാരിച്ച പോലെയുള്ള റവന്യൂ ഒന്നുമില്ല. അപ്പം അത് വളരെ തട്ടിമുട്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അതിന് ഒരുപാട് ആൾക്കാരുടെ പിന്തുണയുണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ആരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടേതായിട്ടുള്ള ഐഡിയ വെച്ച് പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പറയുന്ന മുൻനിരയിൽ നിൽക്കുന്ന മ്യൂസീഷ്യൻസും സിംഗേഴ്സും കൂടി അതിന്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങനെ ഒരു കൂട്ടായ്മ വരികയാണെങ്കിൽ നന്നാവും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ആളുകൾ കിട്ടണമെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള പിന്നെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് ചിലവുണ്ട്, പൈസ ചിലവുണ്ട്. അതിനനുസരിച്ച് തിരിച്ച് റിട്ടേൺസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരസ്പരം സഹകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. ഈ കേൾവിയെ പറ്റി പറയുന്ന സമയത്ത് ചെറുപ്പത്തിലൊക്കെ സിനിമാ പാട്ടുകളായാലും അല്ലാത്തതായിട്ടൊക്കെ ഉള്ള പാട്ടുകൾ സ്ഥിരം കേൾക്കുമായിരുന്നു. കേൾക്കുന്ന പാട്ടുകളുടെ ഒരു സ്വഭാവമൊക്കെ എന്തായിരുന്നു? ആ കാലത്തെ പാട്ടുകൾ, പഴയ കാലത്തെ പാട്ടുകൾ, മലയാളം, തമിഴ്, ഹിന്ദി, അധികം മലയാളം, ഈ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ വരികളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉടക്കി നിൽക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെറുപ്പകാലത്ത് നമ്മളിപ്പോൾ വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ വരുന്നേക്കാൾ മുമ്പുള്ള കാലഘട്ടത്തിൽ ചില മനോഹരമായിട്ടുള്ള ബിംബങ്ങളൊക്കെ കേൾക്കും. അതായത് ഇപ്പോൾ 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെ ഒഴുകി. അപ്പോൾ അങ്ങനെ ഒരു ആലുവാപ്പുഴ ഒഴുകുമ്പോൾ പാദസരങ്ങൾ കിലുങ്ങുന്നത് പോലെയാണെന്നുള്ള ഒരു ഭാവന ഒരു വളരെ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. നമ്മൾ വലിയ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലല്ലോ ആ കാലത്ത്. അപ്പോൾ അങ്ങനെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ അത് പതുക്കെ കവിത എന്ന് പറയുന്ന ഒരു വലിയൊരു ലോകത്തേക്ക് നമ്മളെ ആകർഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ സിനിമ പാട്ടായിരിക്കും അത്, എങ്കിൽ പോലും അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഭാഷ കൊണ്ടുണ്ടാവുന്ന ഭംഗി, ഭാഷയിലൂടെ ഇതിൽ വിരിയുന്ന ഒരു സൗന്ദര്യത്തിൻ്റെ ലോകം, അതിലേക്ക് ഈ പാട്ടുകൾ നമ്മൾ ആനയിക്കുന്നുണ്ട്. ഒരു കവിയാണ്, അതുപോലെ തന്നെ പാട്ട് എഴുത്തുകാരനാണ്. അപ്പം ഒരു കവി എന്ന രീതിയിൽ ഒരു കവിത എഴുതി ഒരുപക്ഷെ ഒരു നേരത്തെ പറഞ്ഞ പോലെ 3-4 ഡ്രാഫ്റ്റ് മാറ്റി എഴുതി തിരുത്തി ഒക്കെ ഫൈനൽ ഒരു ഡ്രാഫ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സംതൃപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരിക്കും. പക്ഷേ സിനിമാ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവസാനിക്കുന്നില്ല, എഴുതി തീരുന്നിടത്ത് അവസാനിക്കുന്നില്ല. ഇത് പാട്ടായി മാറുന്നു, ഒരാൾ പാടുന്നു, അത് കഴിഞ്ഞത് വിഷ്വലൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പല സ്റ്റേജുകളിലായി ഒരുപാട് കാലം എടുത്ത് ആണിത് ഒന്ന് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ പാട്ടെഴുത്ത് ഇപ്പോൾ കവിതയിലൊരു പക്ഷേ ഈ അവസാന ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഈ ഹൈ കിട്ടുന്നത്, ഈ ആനന്ദം കിട്ടുന്നത്. ഈ പാട്ടെഴുത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, എവിടെയാണ് ഈ ആനന്ദം കിട്ടുന്നത്? അത് ആനന്ദം ഇത് പിന്നെ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു പാട്ടെഴുതി ട്യൂൺ അതിൻ്റെ ഒരു സംഗീതമായി കഴിയുമ്പോൾ പകുതി സന്തോഷമായി കഴിഞ്ഞു. പിന്നെ അത് കേൾക്കുമ്പോൾ, പാടി കേൾക്കുമ്പോൾ മിക്കവാറും പൂർണ്ണമായിട്ടുള്ള ആനന്ദം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. അത് പിന്നെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആനന്ദം വർദ്ധിച്ചു വരും. പക്ഷേ എന്താ വെച്ചാൽ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു എൻ്റെ പാട്ട്, എൻ്റെ മാത്രം പാട്ട് എന്നുള്ള രീതിയിൽ പറ്റില്ല. കവിതയ്ക്ക് അങ്ങനെ പറ്റും. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഒരു പക്ഷേ ഈ പാട്ടിലേക്ക് വേണ്ടുന്ന ഐഡിയ പോലും നമ്മളുണ്ടാക്കുന്നതല്ലല്ലോ. ഇപ്പോൾ അവർ പറയുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ്റെ കാര്യമാണ് അവർ പറയാം. ഇന്ന സിറ്റുവേഷനിൽ ഇന്ന സംഭവം നടക്കുന്നു, അതിനുവേണ്ടി പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അവകാശവാദമോ അതിന് മുകളിൽ അങ്ങനെയൊന്നുമില്ല. അതെല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് ഞാൻ കാണാറുള്ളൂ. എനിക്കൊന്ന് പാട്ടെഴുത്തിൽ പാട്ടുകളുടെ കാര്യത്തിൽ ആളുകൾ കുറച്ചുകൂടി അവരുടേതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ കവിതയിൽ ഒരുപക്ഷെ ഈ കവിയുമായ ഒരു അകലമോ അല്ലെങ്കിൽ ഈ പറയുന്ന സൃഷ്ടിയുമായ ഒരു അകലമോ ഉണ്ടാവും. പക്ഷെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ സ്വന്തം പാട്ടാണ് എന്നുള്ളൊരു സാധനത്തിൽ കിട്ടും. ഇപ്പോൾ അത്തരത്തിൽ ഒരുപാട് ചർച്ചകളുണ്ടല്ലോ. ഈ പറയുന്ന അൻവറിലെ പാട്ടൊക്കെ ഈ കൽബിലെത്തിയാണോ കൽബിലെത്തിയാണോ എന്നൊക്കെ പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അത്രയധികം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് ഇത് മാറിയല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഈ പാട്ടുകൾ പിന്നെ ഡയറക്റ്റായിട്ടും അത് ഈ കവിത വായിക്കുന്ന ഒരാൾക്കാരല്ല. ആ കവിത അത്ര സീരിയസ് ആയിട്ടുള്ള
ഒരു രീതിയിൽ അതിനെ കാണുന്ന ആൾക്കാരിലേക്കല്ല ഇത് വരുന്നത്. ഇത് പോപ്പുലറാണ്, ജനകീയമായിട്ടുള്ള കലയാണ്. അതിന് ഇവിടെ നിഷ്കളങ്കമായിട്ട് ആരെഴുതിയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആര് സംഗീതം ചെയ്തെന്ന് നോക്കിയിട്ടൊന്നുമല്ല. കവിത വായിക്കുന്നവൻ എപ്പോഴും എന്താ, ഇതാരുടെയാണ് കവിത നോക്കും. അപ്പം ഇന്ന ആളുടെയാണ് കവിതയാണെന്ന് വെച്ചാൽ മുൻവിധി അയാളുടെ മനസ്സിൽ അപ്പം തന്നെ രൂപപ്പെടും. ഇതൊന്നുമില്ല, ഇത് പാട്ട് മാത്രമാണ് കേൾക്കുന്നത്, നിഷ്കളങ്കമായിട്ടൊരു ആസ്വാദനമാണ്. അത് നല്ല രസമാണ്. പിന്നെ എപ്പോഴെങ്കിലാണ് ആ പാട്ട് നിങ്ങൾ എഴുതിയാണല്ലോ എന്നൊക്കെ പറയുന്നത്. അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും, വളരെ കാലത്തിന് ശേഷം. വളരെ അങ്ങനെ അവർ, കാരണം അതൊന്നും ആളുകളുടെ ശ്രദ്ധയിലുള്ള കാര്യമല്ല. അപ്പോൾ ശരിയായിട്ടുള്ള ആസ്വാദനം നടക്കുന്ന പാട്ടിൻ്റെ കാര്യത്തിലാണ്. കാരണം അതിന് വേറെ പ്രിജുഡൈസസ് ഒന്നുമില്ല, നിഷ്കളങ്കമായിട്ടുള്ള ആസ്വാദനം നടക്കുന്നു. അതൊരു ആനന്ദകരമായ കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? അതായത് ധാരാളം ഈ പറഞ്ഞ അത് നിങ്ങളായിരുന്നു എഴുതിയത്, ഈവൻ മരണമെത്തുന്ന നേരത്ത് പോലും അത് ശരി നിങ്ങളാണോ എഴുതിയെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അത് ശരി. കാരണം ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ ഈ പാട്ടിങ്ങനെ വരിക എന്നല്ലാതെ അത് ആരെഴുതി, ആകാശവാണി മാത്രമാണ് അത് ചെയ്യുന്നുള്ളൂ. ആകാശവാണി മാത്രമാണ് രചന ഇന്നാള്, സംഗീതം ഇന്നാള്, പാടിയത് ഇന്നാള് എന്ന് പറയുന്നത്. വേറെ ഒരു FM സ്റ്റേഷൻസോ അല്ലെങ്കിൽ ചാനലുകളൊന്നും പറയില്ല. അപ്പൊ ആർക്കും അറിയില്ല. പാട്ടുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന് താല്പര്യമുള്ളവരുണ്ടാവും, വളരെ അതൊക്കെ അറിയാം. അവർ യൂട്യൂബിലൊക്കെ പോയി നോക്കുന്നുണ്ടായിരിക്കാം. അല്ലാത്ത ആളുകൾക്കൊന്നും പഴയ പോലെ പണ്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ പേരുകളൊക്കെ നമ്മുടെ ഉള്ളിൽ എടുക്കുന്നത്. കവിത എഴുതുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ ഒരു വല്ല സെമിനാറിലോ എവിടെയെങ്കിലും കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കവിതയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ആനുകാലികങ്ങളിലേക്ക് ആളുകൾ കത്ത് അയക്കുന്നതായിരിക്കും ഒരു കവിത വായിച്ചിട്ട്. അങ്ങനെയൊക്കെ വളരെ റെയറായിട്ടാണ് ഫീഡ്ബാക്കുകൾ, എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കുമല്ലോ ഈ പാട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് ഫീഡ്ബാക്ക് ലഭിക്കുന്നത്. പക്ഷെ പാട്ടിൽ ഒരുപാട് ഫീഡ്ബാക്ക് ലഭിക്കാമല്ലോ. അപ്പോൾ ഇതിൽ എന്തെടുക്കണം, എന്ത് തള്ളണം എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവില്ല. അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഈ ഫീഡ്ബാക്കുകൾ? ഞാൻ അധികം നോക്കാറില്ല എന്നുള്ളതാണ്. കാരണം അത് നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കും. അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ, എനിക്ക് വലിയ വിശ്വാസമില്ല. മഹാമോശമാണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്രിട്ടിക് ഉണ്ട്. എനിക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ ഒരുപാട് പാട്ടുകൾ കേൾക്കും അല്ലെങ്കിൽ കവിത വായിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ എനിക്കറിയാം അത്ര വലിയ സംഭവം നല്ലടാ എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അതിലൊന്നും അങ്ങനെ വല്ലാണ്ട് ഭ്രമിക്കാറില്ല. അതിനൊരു ഒരു സെൻസിബിളായിട്ട് നോക്കി കാണാനാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കുഴപ്പം പറ്റിയതൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എവിടെ കുഴപ്പമെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അത് പിന്നെ ചിലർ പറയാൻ വേണ്ടി വെറുതെ പറയുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ എന്തെങ്കിലും വിമർശിക്കാൻ വേണ്ടി. അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. കുറച്ചുകൂടി വൈഡറായിട്ട് ചോദിക്കണം, ഇപ്പോൾ പാട്ടെഴുത്ത് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ പാട്ടെഴുതുന്ന ആളുകൾ വലിയ രീതിയിൽ എന്താ പറയുക ആരാധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണിത്. ഇപ്പോൾ അൻവർ അലി അല്ലെങ്കിൽ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ എന്നൊക്കെ പറയുന്നിടത്ത് ആളുകൾ ഈ വരികൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ റെക്കഗ്നീഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ പ്രതിഫലം, അതുപോലെ ഒരു പാട്ടെഴുത്തുകാരനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, അതിനുള്ള ഈ പറയുന്ന ക്രെഡിറ്റ് നൽകുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രശ്നം ഈ പറയുന്ന പാട്ടെഴുത്തുകാരുടെ സംഘടനയായിട്ട് തന്നെ നിങ്ങളത് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ആ പ്രശ്നങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മുന്നോട്ട് പോയിട്ടൊന്നുമില്ല. കാരണം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഇതിന് പാട്ടെഴുത്തുകാരൻ ആഘോഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അയാൾ പ്രശസ്തനാക്കപ്പെടണം എന്നുള്ളതൊന്നുമല്ല. ഒരു കൾച്ചറിൻ്റെ ഭാഗമാണത്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ പാട്ടെഴുത്തുകാരൻ അങ്ങനെയൊന്നും അല്ല. അത് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കോളൂ. യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പിന്നെ ഈ പാട്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, മ്യൂസിക് ഡയറക്ടർ പേരുണ്ടാവും, നായകൻ്റെ പേരുണ്ടാവും, ഡയറക്ടറുടെ പേരുണ്ടാവും. പിന്നെ താഴെ കുറേ ഉണ്ടാവും കോസ്റ്റ്യൂം ചെയ്ത ആളുടെ, ആ ഡിസ്ക്രിപ്ഷനിൽ കോസ്റ്റ്യൂം ചെയ്ത ആളുടെ പേര്, ഡ്രൈവറുടെ പേര്, ഈ കുക്ക് ചെയ്തിട്ടുള്ള കുക്കിൻ്റെ പേര്, ഇതൊക്കെ കഴിഞ്ഞ അവസാനം ലിസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ഒരു രീതി അങ്ങനെ. കാരണം ഇപ്പം പലപ്പോഴും യൂട്യൂബൊക്കെ കരുതുന്നത് ഒരു സോങ് എന്ന് പറയുന്നത് സോൺലി ഈ മ്യൂസിക് ഡയറക്ടറുടെ ഒരു സംഭവം എന്നാണ് അവർക്ക്. കാരണം ഈ യൂറോപ്യൻ രീതിയൊക്കെ അങ്ങനെയാണ്, വെസ്റ്റേൺ രീതി അതാണ്, അതിൻ്റെ രീതിയിലാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭാഷകളൊന്നും അങ്ങനെ അല്ല, അതങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ ഇത് സിനിമയ്ക്കകത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം കിട്ടുന്ന ആളും ഏറ്റവും അവഗണിക്കപ്പെടുന്ന ആളും പാട്ടെഴുത്തുകാരനാണ്. മറ്റേ തെറ്റിദ്ധാരണയാണ്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ റഫീഖ് അഹമ്മദിനെ പോലെ ഒരു പാട്ടെഴുത്തുകാരൻ, ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റ് അവാർഡുകൾ, അങ്ങനെ നിരവധി അവാർഡുകൾ നേടിയൊരു പാട്ടെഴുത്തുകാരൻ സാമാന്യം ഭേദപ്പെട്ട ഗംഭീര പൈസ വാങ്ങുന്നുണ്ടാവുമല്ലോ എന്ന് സാമാന്യ ജനം ചിന്തിക്കാൻ സാധ്യതയില്ല. അത് വെച്ചാൽ അങ്ങനെയാണല്ലോ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവുക. നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പറയാണ്ടിരിക്കാൻ നല്ലത്. കാരണം അത് അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. കാരണം പലപ്പോഴും
ആദ്യം ഏറ്റവും ആദ്യമൊക്കെ ആയിരിക്കും ഈ പാട്ടെഴുത്തിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഇവർ വരിക. ഇവരാദ്യം പറയുന്നത് ദാരിദ്ര്യമായിരിക്കും. അപ്പോൾ പക്ഷേ സാറിൻ്റെ പാട്ട് തന്നെ വേണം, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ വളരെ ബുദ്ധിമുട്ട് ചെറിയ രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഹൃദയവിശാലതയുള്ള ആൾക്കാരല്ലേ, അങ്ങനെ അത് കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന് പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പറയാം, ഫസ്റ്റ് സോങ് ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കണം എന്നാണ്. അപ്പോൾ അത് അമേരിക്കയിലേക്ക് പോവാണ്, മറ്റേ പാട്ട് ശ്രേയ ഘോഷാലിനെ കൊണ്ട് പാടിപ്പിക്കണം. ഇവരൊക്കെ എന്ത് വാങ്ങിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് തരുന്ന എമൗണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അത്ഭുതപ്പെടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, നല്ലൊരു റെമ്യൂണറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, തെറ്റിദ്ധരിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അത് പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ പൂർണ്ണമായി കൈവിട്ടു, തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ കൈവിട്ടു എന്ന് കേട്ടിട്ടുണ്ട്. അത് അതിൻ്റെ ഒരു വഴി എന്തായിരുന്നു? അല്ല, അങ്ങനെയല്ല. അതായത് നമ്മളിപ്പം കോളേജിൽ പല സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമല്ലോ. ചിലപ്പോൾ സുവോളജി പഠിച്ച ആൾക്കാർ ചിലപ്പോൾ ബസ് കണ്ടക്ടറായിട്ടാവും പറയുന്നത്, അല്ലെങ്കിൽ ബോട്ടണി പഠിച്ച ആൾ ചിലപ്പോൾ റവന്യൂ ഓഫീസിലെ ഏതെങ്കിലും ക്ലർക്കായിരിക്കും. അതുപോലെ ഞാൻ ലിറ്ററേച്ചർ പഠിച്ചു. അത് പിന്നെ തുറന്നു പോകാൻ പറ്റിയില്ല, കാരണം MA എടുക്കാനോ അല്ലെങ്കിൽ PhD എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയില്ല. എനിക്ക് ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി നോക്കണം. പക്ഷെ അതുകൊണ്ട് സാഹിത്യം വിട്ടൊന്നും അർത്ഥമല്ല. സാഹിത്യത്തിൽ ഒന്നും ഇത് വായിച്ചോണ്ട് ഈ പഠിച്ചോണ്ട് എനിക്ക് വളരെയധികം പ്രയോജനം ഉണ്ടായി. ഇംഗ്ലീഷ് സാഹിത്യമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അത് വലിയ പ്രയോജനം തന്നെയാണ്. അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അത് വിട്ടിട്ടൊന്നുമില്ല. ഈ അതുപോലെ വേറെ വരുന്നതെന്ന് വെച്ചാൽ ഈ നോവൽ എഴുതിയല്ലോ, അഴുക്കില്ലം എനിക്കൊന്നു, ഞാൻ ആ പുസ്തകം വായിക്കുന്ന ഒരു 2015 ആ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ സറ്ററിക്കലായി പ്ലേസ് ചെയ്തൊരു ഒരു കഥയാണത്. അതായത് ഓടയിൽ നിന്ന് എന്ന പുസ്തകം ഒരു മതഗ്രന്ഥമായി മാറുകയും അതിലെ പ്രധാന കഥാപാത്രം ദൈവമായി മാറുകയും ചെയ്യുന്ന പപ്പു മതം ഉണ്ടാവുന്നൊരു കഥ. അതിനെ പിന്തുടരുന്ന ഒരുപാട് മനുഷ്യർ, അവരുടെ ആരാധനാലയം ഓടയാകുന്നു, അങ്ങനെ പോകുന്നൊരു കഥ. അതൊരു പക്ഷേ പിന്നീട് ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ ഒക്കെ ഒരു തരം എന്താ പറയുക പ്രതിഫലനമായിട്ട് ആ പുസ്തകം മാറാവുന്ന തരം പൊട്ടൻഷ്യലുള്ള ഒരു പുസ്തകമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇന്ന് അങ്ങനെ ഒരു കഥ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ഇന്നങ്ങനെ കഥയുടെ ആവശ്യമില്ല, കാരണം സംഭവിച്ചു കഴിഞ്ഞു. അന്നത്തെ കഥയാണ്, ഇന്നത്തെ ജീവിതമാണ്, അത് എഴുതേണ്ട കാര്യമില്ല. അതാണ്. ആ പുസ്തകത്തിന് ശേഷം പിന്നെ ഒരു സാധനം എഴുതുന്ന പിന്നെ എഴുതിയില്ല ഞാൻ. അല്ല, എഴുതിയില്ല എന്ന് വെച്ചാൽ ആ തരത്തിൽ അതിപ്പോൾ അത് തന്നെ ഉള്ളൂ. അത് ഒരു സാധാരണ നോവലിൻ്റെ ഒരു സാങ്കേതിക രീതിയിലൊന്നും അല്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് നോവലിൻ്റെ സാമ്പ്രദായികമായിട്ടുള്ള ഒരു ചട്ടക്കൂടിലൊന്നും അല്ല. ആ കാര്യങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ആ വിചാരിച്ച പോലെ ഒന്നും അത് ആളുകളൊന്നും അത്ര വായിക്കുകയും ചെയ്തില്ല. 4 പതിപ്പ് വരെ വന്നു കേട്ടോ. അത് കുറേ ആളുകളൊക്കെ വായിച്ചു. അങ്ങനെ സംഗതിയാണ്. അതിൻ്റെ ഒരു പാറ്റേണിലും അതിൻ്റെ ഒരു വ്യത്യാസം ഉള്ളതായിട്ട് തോന്നി. മീൻസ് അതിൻ്റെ ഇല്ലസ്ട്രേഷൻസിലും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് പൊളിറ്റിക്കലായി എഴുതുക എന്ന് പറയുന്നത് നിരന്തരം താങ്കളെപ്പോലൊരു എഴുത്തുകാരൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പല പോയിന്റിൽ അത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ഒരു കവിതയായിട്ടായിരിക്കും, ചിലപ്പോൾ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടായിരിക്കും, പലപ്പോഴായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേരളിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ആ കവിത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങേറ്റവും അവസാനം ഈ കഴിഞ്ഞലക്കം മാതൃഭൂമിയിൽ അപൗരൻ എന്ന് പറഞ്ഞ, അതെ, ദേശാഭിമാനിയിൽ അപൗരൻ എന്നൊരു കവിത എഴുതുന്നു. അപ്പം നമ്മൾ CAA വിജ്ഞാപനം വരികയും അതിൻ്റെ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്ന സമയത്താണ് ഈ കവിത വരുന്നത്. അപ്പം ഇത്തരത്തിൽ പൊളിറ്റിക്കലി എൻഗേജ്ഡ് ആയി ഇരിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? മീൻസ് അങ്ങനെ അല്ലാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അങ്ങനെ അല്ലാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഞാൻ പൊതുവെ അത്ര ഒരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ആക്ടിവിസ്റ്റോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് അങ്ങനെ ഇടപെടുന്ന ഒരാളൊന്നുമല്ല. ചിലത് നമുക്ക് നിർത്തി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കവിതയുടെ കാര്യത്തിലും എനിക്ക് ഈ തരത്തിലുള്ള കാഴ്ചപ്പാടല്ല ഉള്ളത്. ഇപ്പോൾ വളരെ പ്രത്യക്ഷമായ രീതിയിലുള്ള ആശയങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയിൽ എഴുതി വയ്ക്കുന്നതാണ് കവിത എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഈ കേരയിൽ എന്ന് പറയുന്ന സംഭവം സത്യത്തിൽ ഒരു കവിതയായിട്ട് പരിഗണിച്ചിട്ടുള്ളതല്ല. കേരളിനെ പറ്റിയിട്ടുള്ള ചില സംഗതി നടക്കുന്നു. അത് നടക്കുമ്പോൾ അത് നമ്മുടെ സംവാദ മണ്ഡലത്തിൽ അത് വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ചില ആൾക്കാർ പറയുന്നതല്ലാതെ നമ്മുടെ ഒരു ചർച്ച അങ്ങ് രൂപപ്പെട്ട് വരുന്നില്ല. ഒന്നുകിൽ നല്ലതാണെന്ന് പറയാം, അല്ലെങ്കിൽ മോശമാണെന്ന് പറയാം. അത് പലരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും സാംസ്കാരിക രംഗത്തുള്ള പല ബഹുമാന്യ വ്യക്തികൾ പലരും ഒന്നും അതിനെപ്പറ്റി ശ്രദ്ധിക്കാത്ത പോലെ വരുന്നുണ്ട്. അത് ഇതിവിടെയാണെങ്കിൽ ഇതിങ്ങനെ കൊട്ടിയൊഴിച്ച് നടക്കപ്പെടുന്നു. അപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് കവിത പോലും അല്ല. കാരണം കവിതയ്ക്ക് ചില വ്യത്യസ്തതകളുണ്ട്, ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ല അത് പക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ചില ആളുകൾ അതിന്
പിടിച്ചു. അതെ അത് പിടിച്ച അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ അത് ചർച്ച ചെയ്യേണ്ടി വന്നു. അതെ 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 ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്ത് കാര്യം ഇപ്പോൾ നല്ല ഇപ്പോൾ ഒരുപക്ഷെ കേരളയിൽ നല്ല കാര്യമായിരിക്കാം അല്ലെങ്കിൽ മോശം കാര്യമായിരിക്കാം, ചർച്ച ചെയ്യപ്പെടണം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ചർച്ച നടക്കണമല്ലോ, അല്ലാതെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ മൗനം പാലിക്കുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെ ഈ CAA കാര്യം വന്നപ്പോൾ ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഇതാണ്. ഞാനത് കവിത അത്ര ഞാൻ സാധാരണഗതിയിൽ കവിത അത്ര പെട്ടെന്ന് അയക്കാറൊന്നുമില്ല, പ്രസിദ്ധീകരിക്കാറില്ല. കുറേ പ്രാവശ്യം ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേണ്ടെന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യാറുള്ളൂ. ഇതൊക്കെ ഈ പെട്ടെന്നുണ്ടാകുന്ന ചില ഫേസ്ബുക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടി കരുതാം. നമ്മളപ്പോൾ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നാളിന് വേറെ കാര്യം ഉണ്ടാക്കി അങ്ങനെ ചില ആൾക്കാരുണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം പറയുന്ന ആളൊന്നുമല്ല ഞാൻ, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും അത്രയും ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു പോയിന്റിലാണോ ശരിക്കും ഇത് എഴുതണം അല്ലെങ്കിൽ ഇത് അതെ 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 പൊതുവെ ഇറിറ്റേറ്റഡ് ആണ്. നമുക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ എങ്ങനെ പറ്റുക? വളരെയധികം അസ്വസ്ഥരല്ല നമ്മളൊക്കെ, അത്ര രീതിയിലുള്ള വൃത്തികേടുകളല്ല നടന്നുള്ളൂ. ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്, എനിക്ക് അപൗരെന്നുള്ള കവിത ഒന്ന് ചൊല്ലിത്തരാൻ പറ്റുമെങ്കിൽ. എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വം, ഞാനീ മണ്ണിൻ്റെ പുത്രൻ, ദേശമെനിക്കീ മഹാലോകം. എൻ്റെ ദേശത്തിൽ നിന്റെ നമ്മുടെ പ്രപിതാക്കൾ ചൊല്ലിയ പോലെ പുല്ലും പുഴുവും കുടുംബക്കാർ. എൻ്റെ ദേശത്തിൽ നിന്റെ നമ്മുടെ പ്രപിതാക്കൾ ചൊല്ലിയ പോലെ പുല്ലും പുഴുവും കുടുംബക്കാർ. പുഴുകീടത്തെക്കാളും എത്രയോ ചെറുതായ നീ തരും പൗരത്വമെന്ന് എനിക്ക് വേണ്ടേ വേണ്ട. നിന്റെ പൗരത്വ ചിഹ്നം കണ്ടിട്ടുണ്ട് ഞാൻ, യാഗശാലയിൽ പോകും പാവം ഗോക്കട പിൻചന്തിയിൽ. നികുതി അടയ്ക്കുവാനില്ലെന്നു കിതയ്ക്കുന്ന മുലയിൽ, താനേ മുളച്ചുയർന്ന മീശത്തുമ്പിൽ. ഭ്രൂണത്തിൽ ശൂലം കൊണ്ട് നീ കുറിക്കുന്നുണ്ടത്, വീണ കർഷകർക്കുമേൽ ട്രാക്ടറിൻ ചക്രം കൊണ്ട്. ദേവവിഗ്രഹത്തിനു പിറകിൽ ഭയന്നാർത്തു നിന്ന പെൺകിടാവിൻ്റെ മേനിയിൽ ലിംഗം കൊണ്ട്. കാണുന്നു തൊഴിപ്പാടായി ദാഹിക്കെ കുടിനീരൊരിത്തിരിയെടുത്തപ്പോൾ പൈതലിൻ വയറ്റത്ത്, എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വം. അപ്പം സന്തോഷം, ഒരുപാട് സംസാരിക്കാൻ പറ്റിയത്. സന്തോഷം.